എനിക്ക് വളരെ നന്നായിട്ടറിയാം, പ്രാർത്ഥിക്കാൻ ചെന്നിരുന്നിട്ട് പ്രാർത്ഥിക്കാൻ വാക്കുകൾ വായിൽ വരാതെ നിറ കണ്ണുകളോടെ എഴുന്നേറ്റ് പോയ ഒരുപാട് പേർ ഈ സന്ദേശം കാണുന്നുണ്ട്. പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ചെന്നിരുന്നാലും പ്രാർത്ഥിക്കാൻ എന്ത് പ്രാർത്ഥിക്കണമെന്ന് അറിയാത്ത നിലയിൽ പ്രശ്നങ്ങളുടെ ഒരു വലിയ കൂമ്പാരം ഹൃദയത്തിനകത്തും മനസ്സിനകത്തും താവളമടിച്ചു നിൽക്കുമ്പോൾ കേവലം ദൈവസന്നിധിയിൽ നെടുവീർപ്പിട്ട് ഏങ്ങി ഏങ്ങി കരയാൻ മാത്രം കഴിയുന്ന ചില വ്യക്തികൾ ഈ മീറ്റിംഗിനകത്ത് വന്നിട്ടുണ്ട്. പക്ഷെ ദൈവാത്മാവിൽ ഞാൻ പറയുന്നു, നിങ്ങളുടെ വാക്കുകൾക്ക് ദൈവസന്നിധിയിൽ സംസാരിക്കാൻ കഴിയുന്നതിനേക്കാളും നിങ്ങൾ കരഞ്ഞു തീർത്ത കണ്ണുനീരിന് ദൈവസന്നിധിയിൽ സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനാ പായിൽ കരയുമ്പോൾ ആത്മമണ്ഡലത്തിൽ പ്രവചനാതീതമാകുന്ന കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ദൈവസന്നിധിയിൽ കരഞ്ഞതിന്റെ മറുപടികൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് ആത്മമണ്ഡലത്തിൽ പെൻഡിങ് ആയിരിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? ഈ നാളുകളിൽ പ്രാർത്ഥനയുടെ മറുപടികൾ തേടി നിൽക്കുന്ന ചില ദൈവമക്കളോട് പറയുന്നു, നിന്റെ പ്രാർത്ഥനകൾക്ക് കഴിയാത്തത് കണ്ണുനീർ നിന്റെ അരികിലേക്ക് ഒലിപ്പെടുത്തുകൊണ്ടുവരുന്നത് പോലെ, ഒഴുക്ക് കൊണ്ടുവരുന്നത് പോലെ നിങ്ങളുടെ കണ്ണുനീർ പ്രാർത്ഥനയുടെ മറുപടികൾ നിന്റെ അരികിലേക്ക് തള്ളി അടുപ്പിച്ചിരിക്കും. ഇത് വിശ്വസിക്കുന്ന ആരെങ്കിലും ഈ മീറ്റിംഗിനകത്തുണ്ടെങ്കിൽ ഇതിനൊരു ആമേൻ പറഞ്ഞാട്ടെ. യേശുവിൻ നാമത്തിൽ ഞാൻ ഒരിക്കൽ കൂടെ എന്റെ അകത്തു നിന്ന് ലഭിക്കുന്ന പ്രേരണയിൽ ഞാൻ പറയുന്നു, നിങ്ങളുടെ വാക്കുകൾക്ക് സാധിക്കാത്തത് നിങ്ങളുടെ കണ്ണുനീർ ഒഴുക്കെടുത്തുകൊണ്ട് വരുന്നത് പോലെ, നിന്റെ പ്രാർത്ഥനയുടെ മറുപടികളെ ഒഴുക്കെടുത്തുകൊണ്ട് വരുന്നത് പോലെ നിന്റെ അരികിലേക്ക് അടുപ്പിക്കാൻ പോവുകയാണ്. ആമേൻ. നിങ്ങൾ നിങ്ങളുടെ പുസ്തകത്തിൽ കുറിച്ചു വെച്ചോളൂ, പ്രാർത്ഥനയിൽ കരയാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക ദൈവദാനമാണ്, ഒരു പ്രത്യേക ദൈവകൃപയാണ്. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ പുസ്തകത്തിൽ കുറിച്ചു വെച്ചോളൂ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ചെന്നിരിക്കുമ്പോൾ കണ്ണുകൾ നിറയുന്ന ഒരാളാണ്. നിങ്ങളുടെ ബലഹീനതയല്ല, നിങ്ങളുടെ കഴിവുകേടല്ല, നിങ്ങളുടെ മനസ്സിന് ഉറപ്പില്ലാത്തതോ കട്ടിയില്ലാത്തതോ അല്ല, അതൊരു പ്രത്യേക കൃപയാണ്. നിങ്ങളൊരു സ്ത്രീ ആയിരിക്കാം, പുരുഷനായിരിക്കാം, ഞാൻ രണ്ടുപേരോടും പറയുന്നു, പ്രാർത്ഥിക്കാൻ ചെന്നിരിക്കുമ്പോൾ 2-3 വാക്കുകൾ ദൈവസന്നിധിയിൽ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ കണ്ണ് നിറയുന്നു എന്നുണ്ടെങ്കിൽ അതൊരു പ്രത്യേക കൃപയാണ്. ഈ കണ്ണുനീർ ഭൂമിയിൽ നമുക്കത് കണ്ണുനീരാണ്. പക്ഷെ ഈ കണ്ണുനീർ ഭൂമിയിൽ വീഴുന്നത് ആത്മമണ്ഡലത്തിൽ നമുക്കെതിരെ നിൽക്കുന്ന ദുഷ്ടാത്മാക്കൾക്ക് അത് മഹായുദ്ധമാണ്. ഒന്നുകൂടെ പറയാം, ഭൂമിയിൽ നമുക്ക് വീഴുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുനീർ ബൈബിളിൽ വീഴുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുനീർ പ്രെയർ കാർപ്പറ്റിൽ വീഴുന്നത്, അത് നനയ്ക്കുകയാണ്. ബൈബിളിലെ പേപ്പർ നനയ്ക്കുന്നു, പ്രാർത്ഥനയിലെ പ്രെയർ കാർപ്പറ്റ് നനയ്ക്കുന്നു. പക്ഷേ ഇത് ആത്മമണ്ഡലത്തിൽ ചെന്ന് വീഴുന്നത് തീയായിട്ടാണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 56-ാമത്തെ സങ്കീർത്തനം 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണാം, നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ, അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ? നിങ്ങൾ പ്രാർത്ഥിക്കുന്നതും കരയുന്നതും ഒന്നും ആരും വീട്ടിൽ കാണുന്നില്ലായിരിക്കാം, നിങ്ങൾക്ക് പരിചയമുള്ള ആരും കാണുന്നില്ലായിരിക്കാം. പക്ഷേ ഇത് ഓരോ കണ്ണുനീർ പൊഴിയുമ്പോഴും ആ കണ്ണുനീറിന്റെ പുറകിൽ നിങ്ങൾ വാക്കുകൾ കൊണ്ട് സംസാരിക്കുന്നില്ലായിരിക്കാം, പക്ഷെ നിങ്ങൾ കരയാനുണ്ടായ ഒരു പ്രേരണ, ഒരു പ്രേരക ശക്തി, ഒരു റീസൺ, ഒരു സബ്ജക്റ്റ് നിങ്ങളുടെ ഹൃദയത്തിനകത്തുണ്ട്. ഇത് നിങ്ങൾ വായു കൊണ്ട് പറഞ്ഞില്ലെങ്കിൽ പോലും ആ കണ്ണുനീർ പുറത്തേക്ക് തള്ളിയത് ആ കാരണമാകൊണ്ട് ഇത് പുസ്തകത്തിൽ എഴുതി വെക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ പോകുകയാണ്. ഇതൊരു ചെറു സന്ദേശമാണ്, വളരെ ചെറിയൊരു സന്ദേശമാണ്, ഒരു 15 മിനിറ്റിൽ താഴെയുള്ള സന്ദേശമാണ്. മുഴുവൻ കേൾക്കുക. ഇപ്പൊ തന്നെ നിങ്ങൾ ഈ വീഡിയോ ഒത്തിരി ആളുകളിലേക്ക് എത്തണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നിങ്ങളൊരു ലൈക്ക് കൊടുക്കുമ്പോൾ താഴെയോ സൈഡിലോ ആയിട്ടൊരു ഹൈപ്പ് എന്ന് പറയുന്ന ബട്ടൺ കാണും. നിങ്ങൾ ജസ്റ്റ് ആ ഹൈപ്പ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. ഈ വീഡിയോ ഒത്തിരി ആൾക്കാരിലേക്ക് എത്താൻ അത് സഹായിക്കും. ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ. നിങ്ങളുടെ കണ്ണുനീർ പൊഴിയുന്നതിന്റെ പിന്നിൽ ഒരു കാരണം ഉണ്ടായിരുന്നു. പക്ഷെ ആ കാരണം ഒരുപക്ഷെ നിങ്ങളുടെ വായു കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നില്ല, കരയണമെന്നില്ല. ഒരു കൂട്ടം കാരണങ്ങളുണ്ടാകും. ഈ കണ്ണുനീർ ഈ ഭൂമിയിൽ വീഴുന്നതിന്റെ പിന്നിൽ കാരണമായ ആ സബ്ജക്റ്റ്, ആ കണ്ണുനീർ വീണു എന്നൊരൊറ്റ കാരണം കൊണ്ട് സ്വർഗത്തിലെത്തും. അറിയാവോ? ഈ ഹാഗർ, ഉൽപ്പത്തി പുസ്തകത്തിൽ ഹാഗർ എന്ന് പറയുന്ന വ്യക്തിയെ ആരും നോക്കാനില്ലാത്തൊരു വ്യക്തിയാണ്. പുറത്താക്കപ്പെട്ട വ്യക്തിയാണ്. അബ്രഹാമിന് ഒരു സന്തതി ഉണ്ടാകാൻ വേണ്ടി സാറാ തന്നെ അനുവദിച്ച ഒരു വ്യക്തിയാണ് തന്റെ ദാസിയായ ഹാഗർ. അതിലൂടെ ഇസ്മായേൽ എന്ന് പറയുന്ന ഒരു കുഞ്ഞുണ്ടായപ്പോൾ അബ്രഹാം എല്ലാം അവളെ
പരിഗണിക്കുന്നു എന്ന് പറഞ്ഞ് സാറാ തന്നെ പുറത്താക്കിയപ്പോൾ മരുഭൂമിയുടെ അനുഭവത്തിനകത്തായി. എന്നെ ശ്രദ്ധിച്ച് കേട്ടാണ്, മരുഭൂമിയുടെ അനുഭവം വന്ന് ആരും കരഞ്ഞു. കാരണം ഹാഗറിന്റെ ഉള്ളിൽ വലിയ 2-3 ചോദ്യങ്ങളുണ്ട്. ഒന്ന്, അബ്രഹാം കൊടുത്തയച്ച വെള്ളം തുരുത്തിയിൽ തീർന്നു. 2, ഇനി എങ്ങോട്ട് പോകും. 3, ഈ മരുഭൂമിയിൽ ഞങ്ങൾക്ക് ആരാണ് തണൽ. എന്നെ ശ്രദ്ധിച്ച് കേട്ടാട്ടെ, ആരായാലും കരഞ്ഞു പോകത്തില്ലേ? ആരായാലും നിലവിളിച്ചു പോകത്തില്ലേ? കുഞ്ഞിന് ഇനി എന്തോ കൊടുക്കുമെന്നുള്ള വലിയൊരു ചോദ്യമുണ്ട്. ഞങ്ങൾ ഇനി എങ്ങോട്ട് പോകുമെന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. ഞങ്ങൾക്കിനി ആരുണ്ട് എന്നൊരു വലിയ ചോദ്യമുണ്ട്. കുഞ്ഞിനെ ഒരു വെളിപ്പാടകലെ മാറ്റി ഇരുത്തി, ഒരു കമ്പിൻ പാടകലെ മാറ്റി ഇരുത്തിയിട്ട് ഹാഗർ ദൂരെ ചെന്ന് നിലവിളിച്ച് ദൈവസന്നിധി കരയുകയാണ്. ഒന്ന് ശ്രദ്ധിച്ചെന്നെ നോക്കിയേ. ഹാഗറിന്റെ നിലവിളി ദൈവം കേട്ടത് ഹാഗറിനെ മാത്രം ഓർത്തല്ല, കുഞ്ഞിനെയും കൂടെ ഓർത്താണ്. നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഇതുപോലുള്ള 3 ചോദ്യങ്ങളുടെ മുൻപിൽ കരയുന്ന ചില ദൈവമക്കൾ ഈ മീറ്റിങ്ങിനകത്തുണ്ട്. 3 ചോദ്യം കർത്താവിനോട് വ്യക്തമായിട്ട് പറയുന്നു. 3 ചോദ്യങ്ങൾ ഭയങ്കരമായി ഒരു മനസ്സിൽ കിടക്കുന്ന ചില വ്യക്തികൾ ഇവിടെ ഉണ്ട്, ഈ മീറ്റിങ്ങിനകത്തുണ്ട്. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് അത് സാക്ഷ്യപ്പെടുത്തിയാട്ടെ കമന്റ് ബോക്സിൽ. 3 ചോദ്യങ്ങൾ. ഞങ്ങൾക്കിനി ആരുണ്ട്? ഞങ്ങളിനി എങ്ങോട്ട് പോകും? ഞാൻ ഇനി എന്ത് ചെയ്യും? ഈ 3 ചോദ്യങ്ങളുള്ളത് വ്യക്തികൾ ഇതിനകത്തുണ്ട്. പുറത്താക്കപ്പെട്ട വ്യക്തികൾ, പലരുടെയും മനസ്സിനകത്ത് നിന്ന്, ജീവിതത്തിൽ നിന്ന്, കോൺടാക്ട് ലിസ്റ്റിൽ നിന്നൊക്കെ പുറത്താക്കപ്പെട്ടവർ ഈ മീറ്റിങ്ങിനകത്തുണ്ട്. ദൈവാത്മാവ് പറയുന്നു, ഹാഗറിന്റെ നിലവിളി കേട്ടതുപോലെ, കുഞ്ഞിന്റെ നിലവിളി കേട്ടതുപോലെ, അവരുടെ ഒറ്റപ്പെടൽ കണ്ടതുപോലെ, ഈ ദിവസങ്ങളിൽ ഇതുപോലെ നിലവിളിച്ച് കരയുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടാൻ പോകുകയാണ്. നമ്പർ 1, കണ്ണുനീർ പുറത്തേക്ക് വന്നാൽ ഭൂമിയിൽ അത് വെള്ളമാണ്, ചിലതിനെ നനയ്ക്കുന്നതാണ്. പക്ഷെ സ്വർഗത്തിൽ, ആത്മമണ്ഡലത്തിൽ അതൊരു തീയാണ്. നിന്റെ കണ്ണുനീർ പുറത്തേക്ക് വരാതെ വണ്ണം പോലും വരരുതെന്ന് വരെ ആഗ്രഹിക്കുന്ന ഇരുട്ടിന്റെ ശക്തികളുണ്ട്, അറിയാം. കാരണം കരഞ്ഞാൽ സ്വർഗം ചലിക്കും. കരഞ്ഞാൽ സ്വർഗം ചലിച്ചിരിക്കും. നീ കണ്ണ് നിറയുന്ന വ്യക്തിയാണോ, നിനക്ക് വേണ്ടി സ്വർഗം ചലിച്ചിരിക്കും. നിങ്ങൾ പ്രാർത്ഥന കരയണമെന്നോർത്തല്ല, പക്ഷെ ചെന്നിരിക്കുമ്പോൾ തന്നെ വിങ്ങി പൊട്ടി കരഞ്ഞു പോകുന്ന ഒരു വ്യക്തിയാണോ, സ്വർഗം ചലിച്ചിരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കും, ഭൂമിയിൽ ഞങ്ങൾക്കിനി ആരുണ്ടെന്ന് പറഞ്ഞ് നിലവിളിച്ച ഹാഗറിന് വേണ്ടിയിട്ട് ദൂതനല്ല സംസാരിച്ച്, ദൈവമാ സംസാരിച്ച്. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരഞ്ഞാൽ ദൈവം സംസാരിക്കും. നിങ്ങൾ ഒരു വിഷയത്തെ ചൊല്ലി കണ്ണ് നിറഞ്ഞാൽ ദൈവം അവിടെ ചലിക്കും. മിണ്ടാതിരിക്കത്തില്ല ദൈവം അവിടെ ചലിക്കും. നിങ്ങളൊരു വിഷയത്തിൽ വിങ്ങിയാൽ ദൈവം അവിടെ ചലിക്കും. ഹല്ലേലൂയ. ഭൂമിയിൽ അത് വെള്ളം പോലെ തോന്നും, എന്നാൽ ദൈവം സ്വർഗത്തിൽ രേഖപ്പെടുത്തുന്ന ആത്മീയ രേഖയാണ് നിങ്ങളുടെ കണ്ണുനീർ. ആത്മീയ രേഖയാണ് നിങ്ങളുടെ കണ്ണുനീർ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഒന്ന് വേണമെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട്, ഭൂമിയിൽ സ്വർഗത്തിൽ ദൈവം രേഖപ്പെടുത്തുന്ന ആത്മീയ രേഖയാണ് നിങ്ങളുടെ കണ്ണുനീർ. നിങ്ങൾ കരയാനിടയായ സാഹചര്യത്തെ ദൈവം ഡീൽ ചെയ്യുന്ന ഒരു ടൂളാണ് നിങ്ങളുടെ കണ്ണുനീരെന്ന് പറയുന്നത്. ഈ ശമൂവേലിന്റെ 1-ാമത്തെ പുസ്തകം 1-ാമത്തെ അധ്യായം, ശമൂവേലിന്റെ 1-ാം പുസ്തകം 1-ാമത്തെ അധ്യായം അതിന്റെ 10 മുതൽ 13 വരെ വായിക്കുമ്പോൾ ഹന്ന കരഞ്ഞു, പക്ഷെ അത് ഏലി പോലും അറിഞ്ഞില്ല. ഏലി പുരോഹിതം പോലും അറിഞ്ഞില്ല. അപ്പൊ ഈ കണ്ണുനീർ കരയുക എന്നൊക്കെ പറയുന്നത് വാവിട്ട് നിലവിളിക്കുക, എല്ലാരെയും അറിയിച്ചുകൊണ്ട് കരയുക, ആരെങ്കിലും കാണാൻ വേണ്ടി കരയുക, ഇങ്ങനെയൊന്നും അല്ല. ഹന്ന കരഞ്ഞത് ഒരു സ്പിരിച്വൽ ഫ്രീക്വൻസിയിലാണ്. ഓ ഹല്ലേലൂയ. ഹന്നയുടെ കരച്ചിൽ ആരും കേട്ടില്ല, പക്ഷെ സ്വർഗത്തിൽ അത് കേട്ടതൊരു ഭയങ്കര നിലവിളി ശബ്ദമായിട്ടാണ്. ഹന്ന കരഞ്ഞത് ആരും അറിഞ്ഞില്ല. ഏലി പുരോഹിതം പോലും കല്ല. ഏലി പുരോഹിതം നോക്കിയപ്പോ ഹന്നയുടെ വായി ചിലതൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നു. ഹന്ന എന്തൊക്കെയോ മനസ്സിലാകാത്ത രീതിയിൽ, സുബോധമില്ലാത്തതുപോലെ സംസാരിക്കുന്നു. ഏലി അത് വീഞ്ഞു കുടിച്ചിട്ട് സംസാരിക്കുന്ന ഒരു സ്ത്രീയോടാണ് ഉപമിച്ചത്. എന്നാൽ ഇന്ന് ഞാൻ ദൈവാത്മാവിൽ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരയുന്നത് ആരും കാണുന്നില്ലായിരിക്കാം. ഈ ദിവസങ്ങളിൽ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാനെന്ന് പറഞ്ഞ് കയറിയിരുന്നു, പക്ഷെ കരച്ചിലാണ് ഈ നാളുകളിൽ നടക്കുന്നത്. കണ്ണുനീരിന്റെ ഒരു വലിയ ശേഖരമാണ് ഈ നാളുകളിൽ ആത്മമണ്ഡലത്തിൽ നിങ്ങൾക്ക് വേണ്ടി ശേഖരിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ ഈ നാളുകളിൽ പ്രാർത്ഥനയല്ല നടക്കുന്നത്, കണ്ണുനീരാണ് പുറത്തേക്ക് ഒഴുകുന്നത് എന്നുണ്ടെങ്കിൽ,
നിങ്ങളുടെ കണ്ണുനീർ ഒരാത്മീയ രേഖയായി സ്വർഗത്തിൽ സംസാരിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ കണ്ണുനീർ ഒരു ആത്മീയ ശക്തിയായി സ്വർഗത്തിൽ ഇടപെടാൻ പോവുകയാണ്. നിങ്ങളുടെ കണ്ണുനീർ ചിലതിൻ്റെ മറുപടികൾ വിളിച്ചു കൊണ്ടുവരാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ചില പ്രാർത്ഥനകൾ മനുഷ്യർക്ക് മനസ്സിലാകത്തില്ല, ചില പ്രാർത്ഥന സാത്താനും മനസ്സിലാകത്തില്ല. ഈ കരയുന്ന കാര്യമുണ്ടല്ലോ, നീ കരയുന്ന കാര്യം അത് വേറൊരു സ്പിരിച്വൽ ഫ്രീക്വൻസിയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കി. വാ തുറക്കുന്നില്ല, പക്ഷെ ഉള്ളം ഇങ്ങനെ എന്തൊക്കെയോ ഒരു ഫ്രെയിമും ചെയ്യാതെ ഇങ്ങനെ നമ്മുടെ ഉള്ളം ഇങ്ങനെ പകരുന്നൊരു സമയമുണ്ട്. അറിയാലോ, 1-ലധികം കാര്യങ്ങൾ 10-ലധികം കാര്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളത്തിനകത്ത് ഇങ്ങനെ വരുമ്പോൾ അത് പ്രാർത്ഥിക്കാൻ നിന്ന സെന്റൻസുകളായിട്ട് വരത്തില്ല. കാരണം ഒരു വിഷയത്തിന്റെ പുറകെ അടുത്തത് കയറിയിരിക്കും, അതിന്റെ പുറകെ അടുത്തത് കയറി, കാരണം ഒരു കൂട്ടം വിഷയങ്ങളാണ്. അപ്പൊ നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷെ ആ സമയം നമ്മളിങ്ങനെ കടിച്ച് പിടിച്ചിരിക്കുമ്പോൾ കണ്ണിങ്ങനെ കുടുകുടുകുടാ ഒഴുകുന്നൊരവസ്ഥയുണ്ട്. ആ അവസ്ഥ എന്ന് പറയുന്നത് സാത്താന് പോലും പിടികിട്ടാത്തൊരു കാര്യമാണ്. അറിയാമോ നിങ്ങൾക്ക്? ആ കണ്ണുനീർ നിങ്ങൾ എന്തിനാണ് നിങ്ങൾ ഒഴുക്കുന്നതെന്ന് സാത്താന് പോലും പിടികിട്ടാത്തൊരു സമയമുണ്ട്. ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ ഉള്ള അനുഭവങ്ങളുള്ളവർ ഈ മീറ്റിങ്ങിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഞാൻ പറയുന്നത്. സോ ഈ ദിവസങ്ങളിൽ വാചകങ്ങളുടെ അകമ്പടികളില്ലാത്ത ചില കണ്ണുനീരിന്റെ മറുപടികൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരും. കാരണം ആത്മമണ്ഡലത്തിൽ ദൈവം തന്റെ കൽപ്പന പുറപ്പെടുവിക്കാൻ ഏറ്റവും നല്ലത് കരഞ്ഞു പ്രാർത്ഥിക്കുന്നതാണ്. ഗോഡ്സ് റിമംബറൻസ് ട്രിഗർ ചെയ്യും നിങ്ങൾ കരയുമ്പോൾ. ഈ രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 20-ാമത്തെ അധ്യായം അതിന്റെ 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഹിസ്കിയാവ് എന്ന് പറയുന്ന രാജാവ് ചെറുപ്പക്കാരനായ ഒരു മനുഷ്യനാണ്. ആ മനുഷ്യന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ആ രോഗം മാറിയത് പ്രാർത്ഥനയിലല്ല, ആ രോഗം മാറിയത് കണ്ണുനീരില്ല. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കൂ? രാജാവിന് ചികിത്സ കിട്ടാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? രാജാവിന് ഈ ലോകത്ത് എവിടെ മെഡിസിൻ ഉണ്ടെങ്കിലും ഇമ്പോർട്ട് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? പക്ഷെ ആ മനുഷ്യൻ മരിച്ചു പോകും. മരുന്നുകൾ ഫലിക്കുകയില്ല, പ്രാർത്ഥനകൾ ഫലിക്കുകയില്ല. ഈ ലോകത്തുനിന്ന് ഏത് മരിച്ച ഡെഡ് ബോഡിയെ ഉയർപ്പിച്ച ഡോക്ടർ വന്നാലും ഇവിടെ ചികിത്സ ഫലിക്കത്തില്ല. കാരണം യെശയ്യാവാണ് പ്രവചിച്ചത്. അതൊരു ദൈവിക തീരുമാനമായിരുന്നു, ദൈവത്തിന്റെ തീരുമാനമായിരുന്നു ഹിസ്കിയാവ് മരിച്ചു പോകും എന്നുള്ളത്. പക്ഷേ ദൈവത്തിന്റെ തീരുമാനം പോലും മാറ്റിയത് ഹിസ്കിയാവിന്റെ കണ്ണുനീരാണ്. ഞാൻ ദൈവാത്മാവിൽ അതിശക്തമായ ഒരു പ്രേരണയോടെ ഞാൻ പ്രവചിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു ദൈവദാസനെ പോലും നിങ്ങൾക്ക് കിട്ടുന്നില്ലായിരിക്കാം. നിങ്ങൾക്കൊരു പ്രെയർ സപ്പോർട്ട് പോലും ആഗ്രഹിച്ചിട്ട് കിട്ടുന്നില്ലായിരിക്കാം. ഞാൻ ദൈവാത്മാവിൽ പറയുന്നു, നിങ്ങൾ മാത്രം ചില വിഷയങ്ങൾ ഏറ്റെടുത്ത് ആരോടും പറയാതെ ഈ ദിവസങ്ങളിൽ ഉപവാസം പ്രഖ്യാപിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ തീരുമാനം പോലും മാറാൻ പോകുകയാണ്. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെ കമന്റ് ചെയ്യാം: എന്റെ കണ്ണുനീർ ദൈവത്തിന്റെ തീരുമാനം പോലും മാറ്റും. എന്റെ പ്രാർത്ഥനയിലെ കണ്ണുനീർ ദൈവത്തിന്റെ തീരുമാനം പോലും മാറ്റും. ഹിസ്കിയാവിന്റെ പ്രാർത്ഥന, ഹിസ്കിയാവിന്റെ കണ്ണുനീർ ദൈവം മാനിച്ചതുപോലെ പ്രവാചകൻ നടപ്പടി വിട്ടിറങ്ങുന്നതിനു മുൻപേ ദൈവം പ്രവാചകനോട് ഇടപെട്ട് ഞാൻ അവന്റെ ആയുസ്സിനോടുകൂടെ 15 സംവത്സരം നീട്ടിയിരിക്കുന്നു എന്ന് പ്രവചനം തിരിച്ചു പറഞ്ഞതുപോലെ ദൈവാത്മാവിൽ ഞാൻ പറയുന്നു, ചിലതിന്റെ കാലയളവ് ദൈവം വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. നീ ഒരു ജപ്തി നടപടിയുടെ മുന്നിലാണോ? അതിന്റെ കാലാവധി നീട്ടിക്കിട്ടാൻ പോവുകയാണ്. ഒരു തൊഴിലില്ലായ്മയുടെ അനുഭവത്തിലാണോ? നിന്നെ ദൈവം പുതിയൊരു തൊഴിലിലേക്ക് അപ്പോയിന്റ് ചെയ്യാൻ പോവുകയാണ്. ആത്മീയമായിട്ട് നിങ്ങൾ ശോഷിച്ച അനുഭവത്തിലാണോ? നിന്നെ എന്റെ ദൈവം എക്സ്പാൻഡ് ചെയ്യാൻ പോവുകയാണ്. ഓ ഹല്ലേലൂയ! യേശുവിന്റെ നാമത്തിൽ എവിടെയൊക്കെയോ ഞെരുക്കം അനുഭവിക്കുന്ന, സാമ്പത്തിക കാര്യങ്ങളിൽ ഞെരുക്കം അനുഭവിക്കുന്ന, ആത്മീയ കാര്യങ്ങളിൽ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന, കുടുംബ ജീവിതത്തിൽ ഭയങ്കരമായി പ്രതികൂലം അനുഭവിക്കുന്ന, ഒരു ഹാഗറിനെ പോലെ ഒറ്റപ്പെട്ട് ഇറക്കി വിടപ്പെട്ട അനുഭവത്തിൽ നിൽക്കുന്ന ചിലരോട് ദൈവാത്മാവ് പറയുന്നു, നിനക്ക് വേണ്ടി മറുപടി തരാൻ ഒരു മനുഷ്യനില്ലെങ്കിലും നിന്റെ കണ്ണുനീർ സ്വർഗത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ആത്മമണ്ഡലത്തിൽ പൊരുതി നിൽക്കുന്ന ചില ഇരുട്ടിന്റെ ശക്തികളെ തകർത്ത് പ്രയറിന്റെ മറുപടികൾ നിന്നെ തേടി എത്താൻ പോകുകയാണ്.
ഹല്ലേലൂയ. ഡിവൈൻ ഡിസിഷൻ റിവേഴ്സൽ വെപ്പണാണ് നമ്മുടെ കണ്ണുനീർ. സ്വർഗത്തിന്റെ തീരുമാനം മാറ്റുക എന്ന് പറഞ്ഞാൽ കണ്ണുനീർ ചെറിയൊരു സാധനമാണെന്നാണോ? നമുക്കത് നനയ്ക്കുന്നതായിരിക്കും. സ്വർഗത്തെ ചലിപ്പിക്കുന്ന ടൂളാണ് കണ്ണുനീർ. ഹല്ലേലൂയ. എനിക്കറിയാം, ഇതിനകത്ത് പ്രാർത്ഥിച്ച് കരയുന്ന ഒരുപാട് ദൈവദാസന്മാരുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ, ഇന്നലത്തെ മീറ്റിംഗ് ഞാൻ പറഞ്ഞായിരുന്നു, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ കരഞ്ഞത് എന്തിനാന്ന് എനിക്ക് പോലും സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഒരുപാട് കാര്യങ്ങൾ ഒരു ഓർഡിനറി മാൻ എന്നുള്ള നിലയിൽ എല്ലാവർക്കും ദുഃഖങ്ങളുണ്ട്, വിഷമങ്ങളുണ്ട്, ചില വിഷയങ്ങളുടെ കാത്തിരിപ്പുകളിലാണ്, എല്ലാമാണ്. അതൊക്കെയാണ് ആ കണ്ണുനീരിന്റെ കാരണമെന്ന് എനിക്കറിയാം. പക്ഷേ പെർട്ടിക്കുലർലി ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ കരഞ്ഞതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ പ്രെയർ റൂമിൽ വന്ന അബ്ബാ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതും കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുകയാണ്. കണ്ണ് നിറഞ്ഞൊഴുകുകയാണ്. എനിക്ക് ദൈവത്തോടുള്ള നന്ദിയാണ്. ഞാൻ തുറന്നു പറയുകയാണ്, അല്പം പോലും അതിനകത്ത് കള്ളമില്ല. ഞാൻ എൻ്റെ വിഷയങ്ങൾക്ക് വേണ്ടി കരയുന്നതിനേക്കാളും എനിക്ക് ദൈവം ചെയ്ത കാര്യങ്ങളോടുള്ള നന്ദി ഓർത്ത് ഞാൻ എപ്പോഴും കരയാറുണ്ട്. അതെനിക്ക് സങ്കടം വരും, അതെപ്പോഴും എനിക്ക് സങ്കടം വരും. ദൈവം എനിക്ക് അത് ചെയ്തില്ലല്ലോ, എന്താ ദൈവമേ അത് ചെയ്യാത്തത് എന്നോർത്ത് ഞാൻ കരഞ്ഞിട്ടുള്ളത് കുറവാണ്. മേലാലും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. കാരണം അതിൽ എനിക്കൊരു വിഷമമില്ല, അപ്പ ചെയ്യുമെന്ന് എനിക്കറിയാം. പക്ഷെ അതിലുപരി ദൈവം ചെയ്ത ചില കാര്യങ്ങളുണ്ട്. ഏറ്റവും വലിയ എക്സാമ്പിളാണ് നിങ്ങളോട് ഞാനിപ്പോൾ സംസാരിക്കുന്നു എന്നുള്ളത്. ദൈവം ചെയ്തൊരു പ്രവൃത്തിയാണ്. ഞാൻ ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കാനുള്ള ഒരാളല്ല, അങ്ങനെ ഒരാളല്ല. ഞാൻ ഇങ്ങനെ ആയതിന്റെ പിന്നിൽ ഒരു ദൈവപ്രവൃത്തിയുണ്ട്. അതിനെ ഓർത്ത് ഞാൻ കരയാറുണ്ട്. അപ്പൊ ദൈവം ചെയ്തതിനെ ഓർത്ത് ഞാൻ നിങ്ങൾക്കതൊരു ടിപ്പായിട്ട് തരികയാണ്. നിങ്ങൾക്ക് ദൈവം ചെയ്തതിനെ ഓർത്ത് നിങ്ങൾക്ക് കരയാൻ പറ്റുമോ? നിർബന്ധിച്ച് കരയേണ്ട, ഇല്ലാത്ത സങ്കടം ഉണ്ടാക്കി കരയേണ്ട. നിങ്ങൾക്കൊരു നന്ദിയുള്ള മനസ്സുണ്ടെങ്കിൽ, നന്ദിയുള്ള മനസ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദിയുണ്ട്, നിങ്ങൾക്ക് ആർക്കും നന്ദിയില്ലെന്നല്ല പാസ്റ്റർ പറയുന്നതിൻ്റെ അർത്ഥം. നമുക്ക് ദൈവം ചെയ്ത കാര്യങ്ങളൊന്ന് ഓർക്കാൻ കഴിയുമെങ്കിൽ അതൊരു വലിയ ബ്ലെസ്സിങ്ങിൻ്റെ വാതിൽ നമ്മുടെ ജീവിതത്തിൽ തുറക്കും. അങ്ങനെയല്ലേ, നമ്മൾ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു സഹായം ചെയ്യും, അവർക്ക് നമ്മളോടൊരു പ്രത്യേക സ്നേഹം അതിനുശേഷം ഉണ്ടെങ്കിൽ അവർക്ക് നമ്മൾ പിന്നെയും സഹായിക്കാൻ തോന്നും, അവർക്ക് വേണ്ടി പിന്നെയും പ്രാർത്ഥിക്കാൻ തോന്നും, അല്ലേ? അതെന്തുകൊണ്ടാണ്? അവർക്ക് നമ്മൾ അന്നൊരു ചെറിയ ഉപകാരം ചെയ്തു, അവർക്ക് ഇപ്പോഴും ആ ഒരു സ്നേഹം നമ്മളോടുണ്ടല്ലോ എന്ന് നമ്മുടെ ഉള്ളിൽ തന്നെ ചിന്ത വരും. അങ്ങനെയാണെങ്കിൽ സ്വർഗസ്ഥനായ പിതാവിന് നമ്മുടെ ജീവിതത്തിൽ എത്രയധികം കൺസേൺ ഉണ്ടാകും. നമുക്കൊരു സ്നേഹമുള്ളൊരു മക്കളാണ് നമ്മളെന്നുണ്ടെങ്കിൽ, അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കരയാൻ കഴിയുമെങ്കിൽ വലിയ കാര്യം. പത്രോസിന്റെ കരച്ചിൽ എന്തിനായിരുന്നു? മത്തായിയുടെ സുവിശേഷം 26-ാമത്തെ അധ്യായം 75-ാമത്തെ വാക്യം. മത്തായിയുടെ സുവിശേഷം 26-ാമത്തെ അധ്യായം 75-ാമത്തെ വാക്യത്തിൽ മത്തായി കഠിനമായി കരഞ്ഞു. എന്തിനാ? പാപബോധത്തിന്റെ കരച്ചിൽ, പാപബോധം കൊണ്ടൊരു കരച്ചിൽ. ആ കണ്ണുനീർ അവനെ അപ്പോസ്തലനാക്കി മാറ്റി. ഓ ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ ഞാനിത് അതിശക്തമാകുന്ന ഒരു പ്രവചനാത്മാവിൽ ഞാൻ കൈമാറുകയാണ്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ കരയുന്നത് നിങ്ങൾ ചെയ്തൊരു തെറ്റോർത്തായിരിക്കാം, നിങ്ങൾ ചെയ്തൊരു പാപം ഓർത്തായിരിക്കാം, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി ഇതുവരെ വെളിപ്പെട്ടില്ലല്ലോ എന്നോർത്തായിരിക്കാം നിങ്ങൾ കരയുന്നത്. ഉദ്ദേശിക്കുന്ന കാര്യത്തെക്കാൾ വലിയ മറുപടികൾ നിന്റെ കണ്ണുനീർ കൊണ്ടുവന്നിരിക്കും. പത്രോസ് പാപബോധം കൊണ്ട് കഠിനമായി കരഞ്ഞപ്പോൾ, അതികഠിനമായി നിലവിളിച്ച് കരഞ്ഞപ്പോൾ ദൈവം അവനെ ഒരു അപ്പോസ്തലനാക്കി മാറ്റിയെങ്കിൽ നിന്റെ ഡെസിഗ്നേഷൻ ചേഞ്ച് ചെയ്യുവാൻ നിങ്ങളുടെ കണ്ണുനീരിന് കഴിയും. പ്രൈസ് ദ ലോർഡ്. നിങ്ങൾ വീണാലും നിങ്ങളുടെ കണ്ണുനീർ നിങ്ങളെ ഉയർത്തും. നീ പാപത്തിൽ വീണൊരു വ്യക്തിയായിരിക്കാം, നീ ആ പാപബോധം കൊണ്ട് കരയുമ്പോൾ ദൈവം നിന്നെ ഉയർത്തും. നീ പ്രവൃത്തിയിൽ ഇപ്പോൾ ഒരു വീക്കായിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം, പക്ഷെ നീ അതിനെ ഓർത്ത് കരയുമ്പോൾ നിന്നെ ദൈവം വീണ്ടും പണിതെഴുന്നേൽപ്പിക്കും. ഈ ദിവസങ്ങളിൽ ആരുടെയൊക്കെയോ നന്മയ്ക്ക് വേണ്ടി, ആരെയൊക്കെയോ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വേണ്ടി, ആരെയൊക്കെയോ അനുഗ്രഹിക്കാൻ വേണ്ടി, ആരുടെയൊക്കെയോ ജീവിതത്തിന്റെ വിടുതലിന്റെ ശബ്ദമായി പരിശുദ്ധാത്മാവ് നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. വീണ് കിടക്കുന്ന ചിലരോട് കർത്താവ് പറയുന്നു, ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കും. തളർന്നിരിക്കുന്ന ചിലരോട് പറയുന്നു, ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കും. മടുപ്പ് ബാധിച്ച ചിലരോട് ദൈവാത്മാവ് പറയുന്നു, ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കും. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. എഴുന്നേൽക്ക എന്ന് പറയുന്നത് പോലെ എഴുന്നേറ്റ് പ്രകാശിക്കാം. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു എന്ന് തിരുവെഴുത്തിൽ പറയുന്നത് പോലെ നിന്റെ കണ്ണുനീർ മറഞ്ഞിരിക്കുന്ന പ്രകാശത്തെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കും. വിശ്വസിക്കുന്ന എത്ര ദൈവ മക്കളുണ്ട്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ അവിടെ താഴെ കമന്റ് ചെയ്യുക. ഇന്ന് മുതൽ
ഇന്നു മുതൽ എൻ്റെ കണ്ണുനീർ, എൻ്റെ പ്രാർത്ഥനയുടെ മറുപടികൾ എൻ്റെ അരികിലേക്ക് ഒഴുക്കിക്കൊണ്ടുവരും. രണ്ട് കാര്യമാണ് ഭൂമിയിൽ ഒരു മനുഷ്യൻ കരയുമ്പോൾ സംഭവിക്കുന്നത്. ഒന്ന്, ഇവന്റെ കണ്ണുനീർ ദൈവത്തിന്റെ അരികിലേക്ക് നമ്മുടെ ഹൃദയഭാരങ്ങളെ ഒഴുക്കിക്കൊണ്ട് ചെല്ലും. തിരിച്ച് അവിടുന്ന് പ്രാർത്ഥനയുടെ മറുപടികളായി നിന്റെ കണ്ണുനീറിന്റെ മറുപടി ആ പ്രാർത്ഥനയുടെ മറുപടികളെ തള്ളി ഒഴുക്കി നിന്റെ അരികിലേക്ക് കൊണ്ടുവരുന്നു. അതുപോലെ ചിലത് ജീവിതത്തിൽ നിന്ന് ഒലിപ്പിച്ചു കൊണ്ടുപോയത്, ഒലിപ്പെടുത്തുകൊണ്ട് പോകും പോലെ പോയത് തിരികെ നിന്റെ അരികിലേക്ക് ഒഴുകിയെത്താൻ പോവുകയാണ്. 4 ദിക്കിലൂടെയും നിന്റെ പ്രാർത്ഥനയുടെ മറുപടികൾ ഒഴുകിയെത്താൻ പോവുകയാണ്. എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നില്ല? അതിന് ആമേൻ കമന്റ് ചെയ്തിട്ട് ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കഴിയുന്ന അത്ര ആൾക്കാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്താട്ടെ. ജസ്റ്റ് നിങ്ങളൊരു ലൈക്ക് കൊടുത്താട്ടെ. തൊട്ട് താഴെ കാണുന്ന ഹൈപ്പ് എന്ന് പറയുന്ന ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താട്ടെ. നിങ്ങളൊരു പോയിന്റ് കൊടുത്താട്ടെ. അനേകരിലേക്ക്, ലക്ഷക്കണക്കിന് ജനങ്ങളിലേക്ക് വീഡിയോ എത്തട്ടെ. ദിവസവും ഇതുപോലുള്ള സന്ദേശങ്ങൾ ലഭിക്കുവാൻ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്താട്ടെ. അതിൽ നിങ്ങൾക്ക് ലഭിക്കും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താട്ടെ. പ്രാർത്ഥനാ വിഷയങ്ങൾ ചുവടെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ വാട്സാപ്പ് ചെയ്താട്ടെ. ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ വീണ്ടും പറയുന്നു, പ്രാർത്ഥനയുടെ മറുപടികൾ, നിങ്ങളുടെ കണ്ണുനീരിന്റെ മറുപടികൾ ഈ ദിവസങ്ങളിൽ നിങ്ങളെ സന്ദർശിക്കാൻ പോകുന്നു. ഗോഡ് ബ്ലസ് യു.